അവസാനത്തെ ചോദ്യം ഇതിലേക്ക് വരിക. അവസാനത്തെ ചോദ്യം ഒറ്റ വാചകത്തിൽ മറുപടി പറയണം. എന്താണ് ജീവിതം? നിങ്ങളുടെ വീക്ഷണകോണിൽ എന്താണ് ജീവിതം? ജീവിതം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളത് തന്നെയല്ലേ പ്രധാന സംഗതി അതല്ലേ പ്രകൃതിയായിട്ട് തന്നെ ഒരു കഴിവുണ്ട് മനുഷ്യന്, ഏത് മനുഷ്യനുണ്ട്. കള്ളന് പോലും ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോവും, അത്ര തന്നെ. ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോവും. അത് തന്നെ പ്രധാനപ്പെട്ട ഘടകമാണ്. എന്തെന്നാ കാര്യമായിട്ട് നമ്മൾ എന്താ പറയുക, ഇതന്നെ പ്രധാനപ്പെട്ട സംഗതി. ഇത് തന്നെയാണ് ജീവിക്കുക എന്നുള്ളത്. പ്രകൃതിയാൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എങ്ങനെയെങ്കിലും ജീവിത മാർഗം ഉണ്ടാവും, ഏതെങ്കിലും തരത്തിൽ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനപ്പെട്ട സംഗതിയാണ്. നന്ദി, നമസ്കാരം. നിങ്ങളുടെ പ്രായം എത്രയാ വയസ്സ്? എനിക്ക് 77 ആകുന്നു. എനിക്ക് 70 ആകുന്നുണ്ട്. 77 7 കൊല്ലം താങ്ങി. എന്നിട്ട് അദ്ദേഹം തന്ന അനുഭവങ്ങളും ജീവിത കാഴ്ചപ്പാടും എല്ലാവർക്കും പ്രചോദനമായിട്ട് നന്ദി, നമസ്കാരം. പ്രത്യേകിച്ച് നാരായണേശ്വരൻ. ഇത് എൻ്റെ പ്രിയപ്പെട്ട അന്വേഷണമാണ്. എനിക്ക് കാലിന് നല്ല സ്വാധീനമില്ല, ഒരു വിലക്ക് വെച്ചിട്ട് നടക്കാൻ വയ്യ, വേദനയാണ്. പക്ഷേ എന്നിരുന്നാലും എല്ലാ ദിവസവും ഞാൻ ചളിവയൽ വരും. എന്നെ നോക്കി ഒരാളിരിപ്പുണ്ടാവും, ഒരു ചെറുപ്പക്കാരൻ. ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ചെമ്മാരി, ചത്തമ്പി, UK നാരായണൻ ആരാന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും പറയും, ഞങ്ങൾക്കറിയാം എന്നാ പറയുക. ഞാൻ വരുന്നത് അതുകൊണ്ടല്ല. നാരായണൻ്റെ നാമം വിളിക്കുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സന്തോഷം. നാരായണ നാരായണ നാരായണ. 3 പ്രാവശ്യം മന്ത്രിച്ചാൽ മോക്ഷം, വൈകുണ്ഠം, സ്വർഗം എല്ലാം ഉറപ്പാണ്. അപ്പം അങ്ങനൊരു നാരായണത്തിന് എങ്ങനെ കാണാതിരിക്കും? അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ കണ്ടപ്പോൾ ഞാൻ ചോദിക്കാൻ വിചാരിച്ചു, ഇദ്ദേഹത്തിന് ഇത്രയും പ്രായമുണ്ട്, ആ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അദ്ദേഹം ജീവിതത്തിൽ കണ്ട അനുഭവങ്ങൾ എന്താണ്, ജീവിതം എന്നാൽ എന്താണ്, എല്ലാം എനിക്ക് പറഞ്ഞു തരും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കും കേൾക്കാം. കേൾക്കുന്നതായിരിക്കുകയാണ്. മനസ്സിൽ 1000 ചിന്തകൾ ഇങ്ങനെ വന്നു കയറുന്നു. ബാല്യകാലം, യൗവനകാലം, മധ്യവയസ്കൻ, പിന്നീട് ഒരു വയോധികൻ എന്ന നിലയിലാണ് ഇപ്പം അവസ്ഥ. അദ്ദേഹം നേരത്തെ ഒരു കാര്യം എന്നോട് സൂചിപ്പിച്ചായിരുന്നു. ഇവിടെ സൗഹൃദം എന്നത് പണത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്നത് ശരിയാണ്. പണമാണ് പ്രധാനം, ബന്ധങ്ങളല്ല എന്നത് ശരിയാണ്. പണത്തിന് അതീതമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാവില്ലേ?
വളരെ ചുരുക്കമായിരിക്കും അല്ലേ? എന്താ നീന്താത്ത? എന്താ നീന്താത്ത? അല്ല, അത് തന്നെ സാമ്പത്തികമാണ് പ്രധാനപ്പെട്ട ഘടകം. ഇപ്പം പണ്ടെല്ലാം സ്നേഹവും ബന്ധവും ഉണ്ട്, ജനങ്ങളുമായിട്ട് നല്ലൊരു ബന്ധങ്ങളുണ്ട്. അതെല്ലാം നശിക്കും. ഇപ്പൊ ബന്ധങ്ങൾ പറയാൻ അങ്ങനെ ആരും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? അല്ല, ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മളിത് ആരെങ്കിലും വേറൊന്നും പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത് അല്ല, ബന്ധങ്ങൾ എന്ന് പറയാനുണ്ടോ? ഏതെങ്കിലും ബന്ധങ്ങൾ എന്ന നിലയ്ക്ക് എനിക്ക് നല്ലൊരു ഞാൻ കൃത്യമായിട്ട് പലരും ബന്ധമുണ്ടേനും, പക്ഷെ അത് പിന്നെ അത് ബന്ധമെല്ലാം നിനക്ക് തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ അത് പൂർണ്ണമായി ഉപയോഗിച്ചു. പൂർണ്ണമായി അത് പിന്നെ ഒരാഴ്ച ആലോചനയൊന്നുമില്ല, സ്നേഹത്തിൽ തന്നെ. അത് പിന്നെ എന്നാലും ചിലതെല്ലാം എടുക്കാനുണ്ടാവും. അത് എടുക്കേണ്ടത് എടുക്കും, തള്ളുണ്ട് തള്ളിക്കൊടുക്കും. അത് തന്നെ പ്രധാനപ്പെട്ട ഘടകം. ഒഴിച്ചു വന്നോ? അത് നിങ്ങൾ വന്നോ? നിങ്ങൾ പോയിട്ട് വന്നോ? അപ്പോൾ രീതി നേരത്തെ പറഞ്ഞില്ല, കുടുംബ വിഷയം എന്ന് പറഞ്ഞത് അന്നത്തെ പിന്നെ ഞാൻ ആദ്യം ഒരു കല്യാണം കഴിച്ചതാണ്. ഗർഭത്തിൽ മരിച്ചു പോയതാണ്. അതിന് ശേഷമാണ് ഞാൻ പിന്നെ കല്യാണം പിന്നെ കഴിച്ചത്. അതിൽ 2 കുട്ടികളുണ്ട്. അത് ഒന്ന് പിന്നെ ഒരു മോനും ഒരു മോളും. ഉള്ള കല്യാണം കഴിഞ്ഞ് 2 കുട്ടികൾ പെൺകുട്ടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ മോന് കല്യാണം കഴിഞ്ഞിട്ടില്ല. അവന് പിന്നെ മാണ്ടാന്നാ പറയുന്നത്. ഞാൻ പലയിടത്തും കാണിച്ചു കൊടുത്തു, പോയില്ല. അതാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടിത്. ഈ ഒരു സംഗതി എന്താ പറയണ്ടത്? ചങ്ങാതിമാരെന്ന് വിളിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ചങ്ങാതിമാരെന്നുള്ളത് പിന്നെ ചിലരുണ്ടേന്. അത് ആത്മബന്ധമുള്ള ആളുകളുണ്ടേന്. അത് ടൗണിലാണുള്ളത്. അതെല്ലാം പിന്നെ ഇപ്പം പോവാത്ത കൊണ്ട് പിന്നെ അത് ഒരു 4-5 കൊല്ലമായില്ല പോവാത്ത. 4-5 കൊല്ലമായില്ല പോവാത്ത. അപ്പം അതുകൊണ്ട് പിന്നെ ആ ബന്ധങ്ങൾ മുറിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ 1-2 ആളുണ്ടേനും ഒരേ ഞാൻ എന്ന് പറഞ്ഞാൽ ജീവനാണ് ഒലിക്ക്. അപ്പോൾ അങ്ങനെയുള്ള ആ ബന്ധം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ ഓലിക്ക് പറ്റിയ പോലെ തന്നെ. ഫോൺ കൂടി കേടായപ്പം വലിയ പ്രയാസമായി. ഫോൺ ചീത്തയായപ്പോഴേ പ്രയാസമായി. പ്രയാസം എന്ന് പറഞ്ഞാൽ ഒന്ന് വിളിക്കുകയും ചെയ്യാമായിരുന്നു. ഒന്നെങ്കിൽ നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ അവർക്ക് വിളിക്കാം. ഫോണുണ്ടെങ്കിൽ അതന്നെ കാര്യങ്ങൾ. അതുകൊണ്ട് ആ ബന്ധം മുറിഞ്ഞു പോകാൻ ഇടയായി. അതെ. അപ്പോൾ പക്ഷേ കണ്ടാൽ വലിയ സൗകര്യം ഉണ്ടാവും. ഒന്നുമില്ല നമുക്ക്. സ്വസ്ഥമായി എന്നിട്ട് കാളവണ്ടിയിലെ പാട്ട് വൈറലാണ്. ഒരു ദിവസം പാടുന്നു. അത് നമുക്ക് ഇവിടെ അഞ്ഞൂറ് വൈപ്പാട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ആ ചങ്ങാതിമാരെയും പറഞ്ഞു. അപ്പോൾ ഇത് തന്നെ കാര്യങ്ങൾ നമ്മൾ പിന്നെ അതൊരു അവസാനം എപ്പോഴാണ് കണ്ടേ ഇത് ഈ ചങ്ങാതിമാരെ? അത് ചങ്ങാതിമാർ വടകരയുള്ള ചങ്ങാതിമാർ. എൻ്റെ യഥാർത്ഥ ചങ്ങായി എന്ന് പറഞ്ഞാൽ അയാൾ ആത്മഹത്യ ചെയ്ത്. അയ്യോ, എന്തായിരുന്നു ഭൂമി മരിച്ചു. അയാൾ നിനക്ക് തലവേദന അയാൾക്ക് പനിയാ. അങ്ങനെയാ തലവേദന അയാൾക്ക് പനിയാ. പ്രിയങ്കരനായ കുറ്റ്യാടി MLA KP കുഞ്ഞുമുതുകുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുന്നു. ആത്മഹത്യ ചെയ്യാൻ കാരണം എന്താ? ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തല്ലോ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് തന്നെയായിരിക്കും. നമുക്കറിയില്ല. ഇല്ലില്ല, നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. നമ്മളതിൻ്റെ എല്ലാത്തിനും ഞാനുണ്ടായിരുന്നു. 41 പേരെ അവിടെ ഒടുക്കത്ത് വരെ ഞാനുണ്ട്, എല്ലാ സംഗതിക്കും. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ആ ബന്ധങ്ങൾ നമ്മൾ പുലർത്തിന്. ഇപ്പോൾ 2 കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ജോലിയുണ്ട്. എനിക്ക് എന്താക്കും ആൺകുട്ടികളാണ്. അപ്പം അതെല്ലാം പിന്നെ ഒരു ഇതാണ്, സുഖമാണ്. ഒരു മിനിറ്റ്.